ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് ചേനത്തണ്ടും ചക്കക്കുരും വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി കറി തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ചക്കക്കുരു, പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചേനത്തണ്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, പിന്നെ അതുപോലെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചക്കക്കുരും ചേനത്തണ്ടും കൂടെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒപ്പം വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മളെ നാടൻ ചേനത്തണ്ടാണ്. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ ചൊറിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒപ്പം വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം അത് വേവാനുള്ള വെള്ളം വേണം. എന്നിട്ട് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ വെച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുക്കർ വിസിലൊക്കെ വന്ന് ഞാനതിൻ്റെ ഞേറൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളിവെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതായി കൊഴിച്ച് കൊടുത്തു. പിന്നെ ഞാനതിൽ പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറവിട്ടെടുക്കും ചെയ്യാം. ഞാനിപ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് കടുക് വറുത്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചേനയൊക്കെ പറിച്ച് കഴിഞ്ഞാൽ വെറുതെ ചേനത്തണ്ടൊക്കെ കളയാണല്ലോ ചെയ്യാറില്ലേ. അപ്പോൾ ഞാനിന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.